നമസ്കാരം. CPM-ലെ ജ്യോതിഷ വിവാദത്തിൽ പ്രതികരിച്ച മുതിർന്ന നേതാവ് AK ബാലൻ. കമ്മ്യൂണിസ്റ്റുകൾ ജ്യോതിഷിമാരെ കാണുന്നതിൽ തെറ്റില്ലെന്ന് AK ബാലൻ പറഞ്ഞു. ജ്യോതിഷിമാരുമായി സംസാരിക്കുകയും സൗഹൃദവും ബന്ധവും പുലർത്തുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം അവർ രൂപപ്പെടുന്ന ആശയത്തോട് യോജിക്കുന്നു എന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രശസ്ത ജ്യോത്സ്യനെ സന്ദർശിച്ച ചിത്രം സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാദമുയർന്നത്. ഇതിന് പിന്നാലെ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നതെന്ന് സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഉന്നയിച്ചതായ വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാലന്റെ പ്രതികരണം. ജ്യോതിഷിമാരുടെ വീടുകളിൽ പോകുന്നതും അവരുമായി ബന്ധമുണ്ടാക്കുന്നതും സാധാരണമാണ്. സമയം നോക്കാനല്ല MV ഗോവിന്ദൻ പോയത്. ആ രീതിയിൽ പാർട്ടിയിൽ ആരും പോയിട്ടില്ല. നല്ല നമ്പർ 1 വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ ആശയത്തിൻ്റെ വക്താക്കളാണെന്നും AK ബാലൻ പറഞ്ഞു. എൻ്റെ മണ്ഡലത്തിൽ എത്ര ജ്യോത്സ്യന്മാരുണ്ട്, ഞാൻ എത്ര ആൾക്കാരുടെ വീട്ടിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ നിലയിലുള്ളതല്ലേ? ജ്യോതിഷിമാരുടെ വീട്ടിൽ കയറാൻ പാടില്ലെന്നാണോ? സമയം നോക്കാൻ ഞങ്ങളുടെ പാർട്ടിയിലെ ആരും പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം വീട്ടിൽ കയറിക്കൂടാ എന്നുള്ളതല്ലെന്നും ബാലൻ ചൂണ്ടിക്കാട്ടി. ജ്യോതിഷികളുടെ വീട്ടിൽ പോയാൽ എന്താണ് കുഴപ്പമെന്നാണ് AK ബാലൻ്റെ ചോദ്യം. താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജ്യോതിഷികളുമായി നല്ല ബന്ധമുണ്ട്. ജ്യോതിഷികളുമായും മജീഷ്യന്മാരുമായി സംസാരിക്കാൻ തനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനോ അല്ല അവിടെ പോകുന്നത്. ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ച് AK ആന്റണിക്കെതിരെ താൻ നിയമസഭയിൽ സംസാരിച്ചുവെന്നും AK ബാലൻ പറഞ്ഞു. മൂലനക്ഷത്രത്തിൽ ജനിച്ച ആന്റണി പൂരുരുട്ടാതിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതായിരുന്നു ആ പരാമർശം. 2001 അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മൂലത്തിൽ ജനിച്ച ആന്റണി പൂരുരുട്ടാതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് സ്ഥാനഭ്രംശവും നാടുവിട്ടു പോകലും ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം ആസ്വദിച്ചു. പിന്നീട് ഏറെ താമസിയാതെ ആന്റണി രാജിവെച്ചു. ഒരു ജ്യോത്സ്യൻ പറഞ്ഞതാണ് അന്ന് ഞാൻ പറഞ്ഞത്. CPM അല്ല, കോൺഗ്രസ്സുകാരാണ് കൂടോത്രവും ജ്യോതിഷവുമായി പോകുന്നതെന്നും AK ബാലൻ പറഞ്ഞു. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്നും AK ബാലൻ പറഞ്ഞു. അതേസമയം ജ്യോതിഷിയെ കണ്ടതിൽ CPM സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നുവെന്ന വാർത്തയിൽ പ്രതികരണവുമായി P ജയരാജൻ രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ വിമർശനം ഉയർന്നിട്ടില്ലെന്ന് MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. വിവാദ വാർത്തയ്ക്ക് പിന്നാലെ CPM നേതാക്കൾ ജ്യോത്സ്യനെ സന്ദർശിച്ചു എന്ന വിമർശനം തള്ളി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ലെന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരുടെ ക്ഷുഭിതനായി ഗോവിന്ദൻ പ്രതികരിച്ചു. സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജനാണ് ഈ വിഷയത്തിൽ അതിശക്തമായ വിമർശനം ഉന്നയിച്ചത് എന്നതായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. MV ഗോവിന്ദനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന P ജയരാജന്റെ രൂക്ഷ വിമർശനം വെളിവാക്കുന്നത് പാർട്ടിക്കുള്ളിലെ പുതിയ ചേരിതിരിവുകളാണെന്നും വിലയിരുത്തലുകളെത്തി. ക്ഷേത്ര വഴിപാട് വിവാദത്തിൽ കുടുക്കി കോടിയേരി ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തിയതുപോലെ MV ഗോവിന്ദനെ ആക്രമിക്കാൻ നീക്കമുണ്ടെന്നും ചർച്ച ചെയ്തിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കൾ ജ്യോത്സ്യന്മാരെ സന്ദർശിക്കുന്നത് പതിവാക്കുകയാണ്. ഇത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടി അണികൾക്കും സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്നും P ജയരാജൻ ചോദിച്ചു എന്നതുമായിരുന്നു വാർത്ത. MV ഗോവിന്ദൻ CPM-ന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന ആരോപണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം കൂടി P ജയരാജൻ ചോദ്യം ചെയ്തതാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതും. മുൻപ് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന MV ഗോവിന്ദനുമായി P ഗോവിന്ദൻ ഇടഞ്ഞെന്ന തരത്തിലുള്ള ചർച്ചകളും പാർട്ടി അണികൾക്കുള്ളിൽ സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ നേതൃത്വം മുന്നിട്ടിറങ്ങാനാണ് സാധ്യത. തനിക്കെതിരെ വിമർശനം ഉയർന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ MV ഗോവിന്ദൻ മാധ്യമങ്ങളെയായിരുന്നു പഴിചാരിയത്. വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷം പ്രതികരണം അന്വേഷിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിരുന്നു.